മലപ്പുറത്തടക്കം വിവിധ SDPI ഓഫീസുകളിൽ ED നടത്തിയ റെയ്ഡിന് പിന്നിൽ സംഘടനയെ നിരോധിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടെന്ന് സൂചന. SDPI പോപ്പുലർ ഫ്രണ്ട് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളാണ് ED ശേഖരിക്കുന്നതെന്നാണ് വിവരം. ഇരു സംഘടനകളുടെയും ബന്ധം തെളിയിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ED റെയ്ഡുകളിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ ചെലവിനത്തിൽ 3.75 കോടി രൂപ SDPIക്ക് നിരോധിത സംഘടന നൽകിയതിന്റെ രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. SDPIക്ക് വേണ്ടി നിരന്തരം നടത്തുന്ന പിരിവുകൾ, ചെലവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയ ഡയറി, രസീത്, ബാങ്ക് രേഖകൾ ഇതെല്ലാം അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ED അറസ്റ്റ് ചെയ്യുന്നത്. രണ്ട് പേരുകളിൽ അറിയപ്പെട്ടെങ്കിലും രണ്ട് സംഘടനകളുടെയും അണികളും ലക്ഷ്യവും സാമ്പത്തിക സ്രോതസ്സുകളും ഒന്നുതന്നെയെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ.